മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ ഇപ്പോൾ പറയുന്നു, തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ പിടിവാശി കാണിച്ചിരുന്നത് ആൻഡ്രൂസ് താഴത്തല്ല. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തമാണ്, നീലങ്കാവിൽ മെത്രാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുൻപ് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആൻഡ്രൂസ് താഴത്തിനെ പറ്റി പറഞ്ഞിരുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ മൂലക്കല്ല്, അദ്ദേഹമാണ് ഈ സമരത്തെ എതിർക്കുന്നത്, പിടിവാശി മൂലമാണ് ഈ സമരം തീരാത്തത് എന്നൊക്കെ പറഞ്ഞിരുന്ന ഷാജൻ സ്കറിയ ഇപ്പോൾ മലക്കം മറിഞ്ഞ് സഹായമെത്രാനാണ് ഇപ്പോൾ വില്ലൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം കൂടി സമ്മതിച്ചു. മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ സമരം നടത്തുന്നതിൽ അനുകൂലമായ തീരുമാനം എടുക്കാൻ വിമുഖത കാണിക്കുന്നത് ഇതിൻ്റെ CEO ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയൊക്കെയാണ് ശമ്പളം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇന്ന് വന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് 3 ലക്ഷം രൂപയെ ശമ്പളമുള്ളെന്ന്. അതായത് 2 ലക്ഷം രൂപ ശമ്പളം ടപ്പയെന്നതിനെ കുറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കൊള്ളാം. പിന്നെ അദ്ദേഹം പറയുന്നത് അമല ഹോസ്പിറ്റലിലത്തെ നഴ്സുമാരുടെ സമരം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ തിരിച്ചു ചെന്ന നഴ്സുമാരെ അവരുടെ പഴയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കല്ല എടുക്കുന്നത്, മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ആ വേക്കൻസിയുടെ ഇതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അതിനാൽ ആ നഴ്സുമാർ അതിന് സമ്മതമല്ല. അവർ വീണ്ടും സമരത്തിന് ഒരുങ്ങി ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നഴ്സുമാരുടെ സമരം 1-2 ദിവസം കൊണ്ട് തീർന്ന സമരമല്ലായിരുന്നു. ഏകദേശം 100-ൽ പരം ദിവസങ്ങൾ നീണ്ട വലിയൊരു കാലയളവുള്ള ഒരു സമരമായിരുന്നത്. അത് അവിടെ സമരം ചെയ്യാത്ത നഴ്സുമാരെ അവർ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജിനനുസരിച്ച് അവർ മാറ്റി അവർ നിയമിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അത് പഠിച്ച് അവർ അതിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ നഴ്സുമാരെ തിരിച്ചെടുക്കുമ്പോൾ നിലവിൽ എവിടെയൊക്കെയാണ് ഷോർട്ടേജ് ഉള്ളത് അവിടെ റീഷെഡ്യൂൾ ചെയ്യുന്നത്. അത് നഴ്സുമാർ അംഗീകരിച്ച് ആ ജോലിയിൽ കയറുകയല്ല വേണ്ടത്. പിന്നെ തങ്ങൾ ചെയ്തിരുന്ന ജോലി തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പൊതുവെ നഴ്സിങ്ങിൻ്റെ ഒരു ജനറൽ തത്വം എന്ന് പറഞ്ഞത് ഈക്വലാണ്. പിന്നെ 1-2 ആഴ്ച ചിലപ്പോൾ ഒരു സമയം എടുത്തേക്കാം പുതിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പൊരുത്തപ്പെടാനായിട്ട്. അതിനവർ സന്നദ്ധമാവുകയല്ല വേണ്ടത്. അവർ ചെയ്തിരുന്നത് ഒരു വലിയ ഒരു കാരുണ്യ പ്രവൃത്തി ഒന്നല്ലല്ലോ, അർഹിക്കാത്തൊരു സമരമാണ് അവർ ചെയ്തത്. അതായത് ഫെബ്രുവരിയിൽ അമല ഹോസ്പിറ്റലുകാർ മാർച്ചിൽ സമരം തുടങ്ങും മുമ്പ് അവർ ഒരു ഇടക്കാലാശ്വാസം കൂട്ടിയിരുന്നു, ഏപ്രിൽ മുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കാതെയാണ് അവർ വീണ്ടും ഈ സമരത്തിന് അന്നിറങ്ങിയത്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും ഏപ്രിൽ മാസം മുതൽ അവിടെ ശമ്പള വർധന കിട്ടിക്കൊണ്ടിരുന്നു. അവർ വെറുതെ ഒരു 100 ദിവസത്തോളം മഴയും വെയിലും കൊണ്ട് പുറത്തിരുന്ന് സമരം ചെയ്തു. അതാണ് അവർക്ക് ഉണ്ടായ ഒരു മെച്ചം. അന്നേ അവരത് മനസ്സിലാക്കി ജോലിക്ക് കയറുന്നെങ്കിൽ അവർക്ക് പഴയ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ ജോലിക്ക് കയറാമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും റീഷെഡ്യൂൾ ചെയ്ത് അവിടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സമരം തീർത്ത നഴ്സുമാർ ചെല്ലുന്നത്. അപ്പോൾ അവർ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണം. അതിന് അവർ അതൊരു പ്രതികാര നടപടിയായിട്ടാണ് തങ്ങളെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നത്. അതിനാൽ തങ്ങൾ ജോലി ചെയ്യാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വീണ്ടും സമരം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജൂബിലി ഹോസ്പിറ്റലിലത്തെ സമരം അത് തീരാത്തതിൻ്റെ കാരണം ആ സമരം അനാവശ്യ സമരമാണ്. നമ്മുടെ കേരളത്തിൽ 490 ഹോസ്പിറ്റലുകളിലും സമരമുണ്ടായിരുന്നു. അവിടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് പല ഹോസ്പിറ്റലുകളും ഇടക്കാലാശ്വാസമായിട്ട് കുറച്ച് പൈസ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടി കൊടുത്ത പൈസകൾ കൂടുതൽ ഈ മിഷൻ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാർക്ക് സമരങ്ങൾക്ക് മുൻപേ തന്നെ കിട്ടിയിരുന്നു. പിന്നെ വീണ്ടും ഇടക്കാലാശ്വാസം ഇവിടെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിൽ മാനേജ്മെൻറ്റിനെ എതിർക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്ത് സമരം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുക? ഈ ജൂബിലി ഹോസ്പിറ്റൽ സമരമായിട്ട്
പല ആരോപണങ്ങളാണ് മുന്നോട്ട് വരുന്നത്. കൂടുതൽ ബെഡുള്ള ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് നഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം കിട്ടണം. കൂടുതൽ ബെഡുള്ള ഹോസ്പിറ്റലാകുമ്പോൾ താരതമ്യേന അവിടെ നഴ്സുമാരുടെ ജോലി കൂടുതലാണ്. കൂടുതലെന്ന് ഉദ്ദേശിക്കുന്നത് നഴ്സുമാരുടെ വേക്കൻസികൾ കൂടും, അതിനനുസരിച്ച് അവിടെ കൂടുതൽ നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ കൂടുതൽ ബെഡ് കൂടിയതുകൊണ്ട് നഴ്സുമാരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ലല്ലോ. അവർ അതിനനുസരിച്ച് ആ ബെഡിൻ്റെ അനുപാതത്തിനനുസരിച്ച് നഴ്സുമാർ പുതിയതായിട്ട് അവിടെ ജോലിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജൂബിലി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു മിഷൻ ഹോസ്പിറ്റലാണ്. അവരുടെ ആ ഹോസ്പിറ്റൽ പ്രവർത്തനവും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കോർപ്പറേറ്റുകൾ പണം മാത്രം ലാക്കിയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവരവിടെ രോഗികളുടെ കയ്യിൽ നിന്ന് വലിയ ചാർജാണ് പല കാര്യങ്ങൾക്കും ഈടാക്കുന്നത്. സർജറി ആയാലും ലാബ് ടെസ്റ്റ് ആയാലും മറ്റ് പല മേഖലകളിലും അവർ ഹോസ്പിറ്റൽ റെൻ്റായാലും മറ്റെല്ലാ കാര്യങ്ങളും അവർ വലിയ ചാർജാണ് അവർ രോഗികളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. താരതമ്യേന ജൂബിലി ഹോസ്പിറ്റൽ എല്ലാ സർജറികൾക്കും വലിയ പണക്കുറവാണ് ഇവിടെ കാണുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു സർജറി വേണ്ടി വന്നപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ 1 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത് ആ സർജറി നടത്താനായിട്ട്. എന്നാൽ അതേ സർജറി ഞാൻ ജൂബിലിയിലാണ് ചെയ്തത്. 40,000-ന് താഴെ എനിക്ക് ആ ചിലവ് വന്നുള്ളൂ. അതേ സർജറി തന്നെയാണെന്ന്, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കണം. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? അതായത് രോഗികൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ നല്ലൊരു ചികിത്സ കിട്ടണം, അതിനാണ് മുൻതൂക്കം. അല്ലാതെ രോഗികളുടെ നിന്ന് തറവാടും സ്വത്തും എഴുതി വാങ്ങുന്ന തരത്തിലുള്ള അമിത ചാർജ് ഈടാക്കുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിനെയും മിഷൻ ഹോസ്പിറ്റലിനും ഒരേ തലാസിൽ നമ്മൾ തൂക്കി നോക്കാൻ പാടില്ല. എന്തായാലും ഈ സമരം ഇതിങ്ങനെ നീണ്ടുപോകും. അന്യായമായ സമരമാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അതിൽ ഇടപെടാത്തത്. അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്കെതിരൊന്നുമല്ല, നിങ്ങൾ ഞങ്ങൾക്കെതിരല്ല സമരം ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിനോട് പറയും നിങ്ങൾ ശമ്പളം കൂട്ടിത്തരാനായിട്ട്. അവരൊരു കമ്മീഷൻ വെച്ച് അവർ അതിൻ്റെ ശമ്പളം കൂട്ടാൻ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരേക്കും മുമ്പ് ഞങ്ങൾ ആ ശമ്പളം കൂട്ടിത്തരും എന്നാണ് ഇപ്പോഴും ഈ മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി സമരത്തിൽ നിന്ന് പിന്മാറുകയല്ല വേണ്ടത്. അതിന് പകരം സമരം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന സമരം എത്ര നാൾ ഇനിയും നീളും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ്.